ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 64-ാം അധ്യായം സൂറത്ത് തഗാബുനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 6 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 7, 8 എന്നീ ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. زعم الذين كفروا أن لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير فآمنوا بالله ورسوله والنور الذي أنزلنا والله بما تعملون خبير. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു സത്യനിഷേധികളോട് ചോദിക്കുകയാണ്, മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് സംഭവിച്ച ആ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടില്ലേ? അവർ തെറ്റായ രൂപത്തിൽ ജീവിച്ചു, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങി. അതുപോലെയുള്ളൊരു ശിക്ഷയെ നിങ്ങൾ പേടിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ആ ആളുകളുടെ അടുത്തേക്ക് പ്രവാചകന്മാരെ അയച്ച സമയത്ത് അവർ അവരിൽ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ അവർ സ്വയം പര്യാപ്തത നടിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അവരെല്ലാം ഇല്ലാതാക്കാനുള്ള സ്വയം പര്യാപ്തത അള്ളാഹുവിനുണ്ട് എന്നുള്ളത് അള്ളാഹു തെളിയിച്ചു. അള്ളാഹുവാണ് സ്വയം പര്യാപ്തനായിട്ടുള്ളവൻ എന്ന് അള്ളാഹു അവിടെ തെളിയിച്ചു. ശേഷം അള്ളാഹു പറയുന്നു, സഅമൽ ലസീന കഫറു അല്ലൻ യുബ്അസു. സഅമ എന്ന് പറഞ്ഞാൽ ജൽപ്പിച്ചു, വാദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു എന്നൊക്കെ അർത്ഥം. ജൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കാര്യം പുലമ്പിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ജൽപ്പിക്കുക എന്ന് പറയാം. അപ്പോൾ സഅമ ജൽപ്പിച്ചു, അല്ലെങ്കിൽ വാദിച്ചു, അല്ലെങ്കിൽ അവർ പറഞ്ഞു. ആര്? അല്ലസീന കഫറു. കഫറ അവിശ്വസിച്ചു, കഫറു അവർ അവിശ്വസിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടർ, അങ്ങനെയുള്ളവർ എന്നുള്ള അർത്ഥം കിട്ടും. അതായത് അല്ലസീന കഫറു അവിശ്വസിച്ചവർ, അവിശ്വാസികൾ. അൻ ലൻ യുബ്ഹസു. അൻ എന്ന് പറഞ്ഞാൽ എന്ന് എന്നർത്ഥം. ലൻ യുബ്ഹസു. ബഹസ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. ബഹസ യബ്ഹസു എന്ന് പറയുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കും, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഇനി അത് മജ്ഹൂൽ രൂപത്തിൽ പറയുമ്പോൾ ബുഹസ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. യുബ്ഹസു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. യുബ്ഹസൂന അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. അതിൻ്റെ മുമ്പിൽ ലൻ വരുമ്പോൾ അവസാനത്തെ നൂന് പോവും, ലൻ യുബ്ഹസൂ എന്നാവും. അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്നുള്ള അർത്ഥമാണ് കിട്ടുക ലൻ വരുമ്പോൾ. ലൻ യുബ്ഹസൂ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയേ ഇല്ല, അല്ലെങ്കിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതേ അല്ല. അൻ ലൻ യുബ്ഹസൂ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതേ അല്ല എന്ന്. അപ്പോൾ സഅമല്ലസീന കഫറു അൻ ലൻ യുബ്അസു. അവിശ്വാസികൾ വാദിച്ചു, അവിശ്വാസികൾ ജൽപ്പിച്ചു, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതേ അല്ല എന്ന്. ഖുൽ പറയണം, പറയുക, പറയൂ. ഖാല പറഞ്ഞു. ഖുൽ എന്നുള്ളത് അതിൻ്റെ കൽപ്പനക്രിയയാണ്, അമ്രാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ വേണ്ടി പറയാണ്. അപ്പോൾ അത് ഇങ്ങനെ പറയാം, ഖുൽ നബിയെ താങ്കൾ പറയുക, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. ബല, ബല എന്ന് പറഞ്ഞാൽ അല്ലാതെ എന്നുള്ളർത്ഥം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളങ്ങനെ അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നുണ്ടെന്നല്ലേ, അതിനാണ് ബല എന്ന് ഉപയോഗിക്കുക. അതേ എന്നുള്ള അർത്ഥം. ബല എന്നുള്ളതിന് അതേ എന്നുള്ള അർത്ഥം കൊടുക്കാം, ഉണ്ട് എന്നുള്ള അർത്ഥം കൊടുക്കാം. അപ്പോൾ ബല അല്ലാതെ, അല്ലെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ അതേ. വ റബ്ബി, അവിടെ വാവ് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണ്. ആ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം അതിനുശേഷം വരുന്ന ഇസ്മിന് കെസർ ജെറ് കിട്ടിയിട്ടുണ്ടോ നോക്കിയാൽ മതി. ഇപ്പോൾ വല്ലാഹി അള്ളാഹുവാണ് സത്യം. വശംസി സൂര്യൻ തന്നെയാണ് സത്യം. വൽ ആദിയാത്തി ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് സത്യം. വൽ ഫജ്രി പ്രഭാതം തന്നെയാണ് സത്യം. അതൊക്കെ നമ്മൾ പഠിച്ചാണല്ലോ അല്ലേ. ഇതേപോലെ ഇവിടെ വ റബ്ബി, റബ്ബി എന്ന് പറഞ്ഞാൽ എൻ്റെ രക്ഷിതാവ്. റബ്ബുൻ രക്ഷിതാവ്, റബ്ബി എൻ്റെ രക്ഷിതാവ്.
വ റബ്ബി, എൻ്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം. ല തുബ്ഹസുന്ന, ബഹസ നമ്മൾ നേരത്തെ പറഞ്ഞു ഉയർത്തെഴുന്നേൽപ്പിച്ചു, ബുഹസ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു, യുബ്ഹസു അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അല്ലെങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു, തുബ്ഹസു നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അല്ലെങ്കിൽ നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു, തുബ്ഹസൂന നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. ആ തുബ്ഹസൂന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഒരു ഉറപ്പിക്കാനുള്ള ലാമ്, അങ്ങനെ തന്നെ എന്ന് പറയാനുള്ള ലാമ് വന്നു. തൗക്കീദിൻ്റെ ലാമ് എന്നാണ് പറയാം, തൗക്കീദ് അല്ലെങ്കിൽ തൗക്കീദ് എന്ന് പറയാം. അതേപോലെ അതിൻ്റെ അവസാനത്തിലൊരു ഷദ്ദുള്ള നൂനും ചേർന്നു, അതും തൗക്കീദിന് വേണ്ടിയിട്ടാണ്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ തുബ്ഹസൂന എന്നുള്ളതിൻ്റെ കൂടെ ഇന്നാന്ന് ചേർക്കുമ്പോൾ തുബ്ഹസുന്ന എന്നേ വരുള്ളൂ. അത് നമുക്ക് ഗ്രാമർ പറയുന്ന സമയത്ത് പറയാം. അപ്പോൾ ല തുബ്ഹസുന്ന, ല എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ, അവസാനത്തെ ആ ഷദ്ദുള്ള നൂനിൻ്റെ അർത്ഥം തീർച്ചയായും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. രണ്ടുറപ്പിക്കലാണ് ആ പദത്തിൽ. അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹുവിനെ വെച്ച് സത്യം ചെയ്യുന്നുണ്ട്, വ റബ്ബി എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം. സുമ്മ പിന്നെ ല തുനബ്ബ ഉന്ന, നബ്ബ വാർത്ത അറിയിച്ചു, നുബ്ബി വാർത്ത അറിയിക്കപ്പെട്ടു, യുനബ്ബ അവൻ വാർത്ത അറിയിക്കപ്പെടും അല്ലെങ്കിൽ അവൻ വാർത്ത അറിയിക്കപ്പെടുന്നു, തുനബ്ബ നീ വാർത്ത അറിയിക്കപ്പെടും നീ വാർത്ത അറിയിക്കപ്പെടുന്നു, തുനബ്ബ ഊന നിങ്ങൾ വാർത്ത അറിയിക്കപ്പെടും നിങ്ങൾ വാർത്ത അറിയിക്കപ്പെടുന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ ലാമും ചേർന്നു, അവസാനത്തിൽ ഷദ്ദുള്ള നൂനും ചേർന്നു. അപ്പോൾ ല തുനബ്ബ ഉന്ന എന്നായി മാറും. ഗ്രാമറിൻ്റെ സമയത്ത് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ തുടക്കത്തിലുള്ള ലാമിന് അങ്ങനെ തന്നെ എന്നുള്ള അർത്ഥം കൊടുക്കും, അവസാനത്തിലുള്ള ഷദ്ദുള്ള നൂനിന് തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥം കൊടുക്കും. അപ്പോൾ ല തുനബ്ബ ഉന്ന തീർച്ചയായും നിങ്ങൾ വാർത്ത അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ല തുനബ്ബ ഉന്ന പിന്നെ നിങ്ങൾ തീർച്ചയായും വാർത്ത അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. ബിമാ അമിൽത്തും എന്തിനെക്കുറിച്ചുള്ള വാർത്തയാണ്? അമില പ്രവർത്തിച്ചു, അമിൽത്തും നിങ്ങൾ പ്രവർത്തിച്ചു, മാ അമിൽത്തും നിങ്ങൾ പ്രവർത്തിച്ചത്. മാ എന്ന് പറയുമ്പോൾ അത് യാതൊന്ന് മൗസൂലയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ തുടക്കത്തിൽ ബി ഉണ്ട്, അതിനെക്കൊണ്ട് അതിനെപ്പറ്റി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ബി മാ അമിൽത്തും നിങ്ങൾ പ്രവർത്തിച്ചതിനെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്, ബിമാ അമിൽത്തും. വ ദാലിക അലല്ലാഹി യസീർ, വാവ് തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. ഒരേ വിഷയം പറഞ്ഞു വരുമ്പോൾ ഒരു പുതിയ കാര്യം പറയുന്നു. ദാലിക അത്, അലല്ലാഹി അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ് സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥം. അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്, യസീർ വളരെ എളുപ്പമുള്ളതാണ്. യസീർ എന്ന് പറയുമ്പോൾ ഫഅയിൽ വസിൻ എന്നാ പറയാം, അങ്ങേയറ്റം എളുപ്പം, വളരെ എളുപ്പമുള്ളതാകുന്നു. വദാലിക അലല്ലാഹി യസീർ അത് അള്ളാഹുവിൻ്റെ മേൽ വളരെ എളുപ്പമുള്ളതാകുന്നു അല്ലെങ്കിൽ അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ളതാകുന്നു. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം, സഅമല്ലദീന കഫറു അല്ലൻ യുബ്അസൂ അവിശ്വാസികൾ ജൽപ്പിച്ചു അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയേ ഇല്ല എന്ന്. ഖുൽ ബലാ വ റബ്ബി ലതുബ്അസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും. നബി താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഉണ്ട് ഉറപ്പായിട്ടുമുണ്ട്, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, പിന്നെ നിങ്ങൾ പ്രവർത്തിച്ചതിനെക്കുറിച്ച് നിങ്ങൾ വിവരമറിയിക്കപ്പെടുക തന്നെ ചെയ്യും. വദാലിക അലല്ലാഹി യസീർ അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാകുന്നു. അടുത്ത ആയത്ത്, ഫ ആമിനു ബില്ലാഹി, ഫ അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട്, ആമിനു ആമന വിശ്വസിച്ചു, ആമിൻ നീ വിശ്വസിക്ക്, ആമിനു നിങ്ങൾ വിശ്വസിക്കുവീൻ. ഇത് ആമനു എന്നാണെങ്കിൽ എന്താ അർത്ഥം വരിക? ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. ഇവിടെ ആമിനു നിങ്ങൾ വിശ്വസിക്കുവീൻ കൽപ്പനക്രിയയാണ്. ബില്ലാഹി ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, കൊണ്ട് ഓട് എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്, ഇവിടെ ഇൽ എന്നുള്ള അർത്ഥം. ബില്ലാഹി അള്ളാഹുവിൽ, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുവീൻ. വ അത് അത്ഫിൻ്റെ വാവാണ്. അത് മാത്രമല്ല ഇനി പറയുന്നതിലും, വ റസൂലിഹി റസൂൽ ദൂതൻ, റസൂലുഹു അവൻ്റെ ദൂതൻ, വ റസൂലിഹി അവൻ്റെ ദൂതനിലും. അവിടെ റസൂലി എന്നുള്ള വരാനുള്ള കാരണം നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം. വ റസൂലിഹി അവൻ്റെ ദൂതനിലും, വൻ നൂരി നൂർ പ്രകാശം, വൻ നൂരി പ്രകാശത്തിലും. എങ്ങനെയുള്ള പ്രകാശമാണ്? അല്ലസീ അൻസൽന, അൻസല
ഇറക്കി, അവതരിപ്പിച്ചു. അൻസൽ നാ, നാം ഇറക്കി. അവസാനത്തിൽ നാ എന്ന് പറയുമ്പോൾ നാം അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ അള്ളാഹു പറയായതുകൊണ്ട് നാം. അൻസൽ നാ, നാം ഇറക്കി. അതിൻ്റെ തുടക്കത്തിൽ അല്ലസി എന്ന് ചേർക്കുമ്പോൾ അങ്ങനെയുള്ളതായ. അല്ലസി അൻസൽന, നാം ഇറക്കിയതായ. അപ്പോൾ വന്നൂരി അല്ലസി അൻസൽന, നാം ഇറക്കിയതായ പ്രകാശത്തിലും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. വല്ലാഹു തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. ഒരേ വിഷയം പറഞ്ഞു വരുമ്പോൾ അടുത്തൊരു പുതിയ കാര്യം. വല്ലാഹു, അല്ലാഹു, ബിമാ തഅമലൂന, അമില പ്രവർത്തിച്ചു, യഅമലു പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു, തഅമലു നീ പ്രവർത്തിക്കും, നീ പ്രവർത്തിക്കുന്നു, തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കും, നിങ്ങൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ മുമ്പിൽ മാ എന്ന് വരുമ്പോൾ അത് എന്നൊരർത്ഥം കിട്ടും. മാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ ബി എന്ന് വരുമ്പോൾ അതിനെക്കുറിച്ച്, അതിനെപ്പറ്റി എന്നുള്ളർത്ഥം കിട്ടും. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. ഖബീർ, സൂക്ഷ്മമായി അറിയുന്നവൻ. അപ്പോൾ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം ഫആമിനു ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലസീ അൻസൽനാ. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും അവൻ ഇറക്കിയതായ പ്രകാശത്തിലും വിശ്വസിക്കുവീൻ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. സഅമല്ലസീന കഫറു അൻ ലൻ യുബ്ഹസൂ ഖുൽ ബലാ വറബ്ബി ലതുബ്ഹസുന്ന. അവിശ്വാസികളായ ആളുകൾ ജൽപ്പിച്ചു അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയേ ഇല്ല എന്ന്. നബിയെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഉറപ്പായിട്ടും ഉണ്ട്, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അവിശ്വാസികളുടെ എല്ലാ കാലത്തുമുള്ള ഒരു ജൽപ്പനമാണ് ഇവിടെ നിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇനിയൊന്ന് വീണ്ടും ജീവിപ്പിക്കുക, അതൊന്നും നടക്കൂല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇത് അവസാനമാണ്, ഇതോടുകൂടി ഈ ലോകത്ത് മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, മണ്ണായിപ്പോയി, പിന്നെ ഇനിയൊരു ജീവിപ്പിക്കലൊന്നും നടക്കൂല. എങ്ങനെ ജീവിപ്പിക്കാനാണ്? നമ്മൾ നുരുമ്പിയ എല്ലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വീണ്ടും ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് ഒരു ബുദ്ധിയുള്ള ചോദ്യമല്ല ശരിക്ക്, അല്ലേ? ശരിക്ക് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ ആദ്യം അള്ളാഹു സൃഷ്ടിച്ചു. ആദ്യം അള്ളാഹു സൃഷ്ടിച്ചു എങ്കിൽ പിന്നെ ഒന്നും കൂടെ സൃഷ്ടിക്കാൻ എന്ത് പണിയുണ്ടാവുക? ഒരു പ്രയാസവും ഇല്ലല്ലോ. കാരണം ഇല്ലായ്മയിൽ നിന്ന്, നമ്മൾക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ രൂപം കാര്യങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തി നമ്മളെ സൃഷ്ടിച്ചു എന്ന് കൂട്ടുക. അങ്ങനെ നമ്മളെ ആദ്യമായിട്ട് ഇവിടെ സൃഷ്ടിച്ചു എങ്കിൽ ആ സൃഷ്ടിച്ചവൻ ആരായാലും ആ സൃഷ്ടിച്ചവന് ഒരിക്കൽ കൂടി നമ്മളെ സൃഷ്ടിക്കാൻ എളുപ്പമല്ലേ ആദ്യത്തേനേക്കാൾ? ആദ്യമായിട്ട് സൃഷ്ടിക്കുമ്പോഴല്ലേ കുറച്ച് പ്രയാസം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പോലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രയാസമല്ല. പക്ഷേ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചൂടെ? ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴേ പ്രയാസം ഉണ്ടാവുള്ളൂ, രണ്ടാമതൊരിക്കൽ കൂടി ഉണ്ടാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു അടുക്കളയിൽ സംഗതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണിരിക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴല്ലേ കുറച്ച് പ്രയാസവും കുറച്ച് ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരിക്കലുണ്ടാക്കി രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ എന്ത് സുഖമായിരിക്കും. ഇതുപോലും ചിന്തിക്കാത്ത ആളുകളാണ് ഈ പറയുന്നത് ഇനിയൊരിക്കലും നമ്മൾ ഒരിക്കൽ കൂടി പുനരുജ്ജീവിപ്പിക്കാൻ ആർക്കും കഴിയില്ല, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ. എന്തൊരു വിഡ്ഢിത്താണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അള്ളാഹു പല സ്ഥലങ്ങളിലും പല രൂപത്തിൽ ഇത്തരം ആളുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, പല രൂപത്തിലും മറുപടി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകമായ രൂപത്തിലാണ് മറുപടി കൊടുക്കാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം ചെയ്ത് പറയാനാണ് പറഞ്ഞത്. നിങ്ങൾ വീണ്ടും ജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും നബിയെ, അവർക്ക് സത്യം ചെയ്ത് പറഞ്ഞു കൊടുക്കൂ. മാത്രമല്ല സുമ്മല തുനബ്ബ ഉന്ന, നിങ്ങൾ വാർത്ത അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. അതായത് നിങ്ങൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ബിമാ അമിൽത്തും, നിങ്ങൾ ഈ ലോകത്ത് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് മുഴുവൻ ആ സമയത്ത് നിങ്ങൾക്ക് വിവരം കിട്ടും, നിങ്ങളത് അറിയിക്കും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തതെന്ന്. വസാലിക അലല്ലാഹി യസീർ, അതൊക്കെ അള്ളാഹുവിന് വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം നിങ്ങൾക്കത് പ്രയാസമാണ്, നിങ്ങളുടെ ബുദ്ധിക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രയാസം. പക്ഷേ അള്ളാഹുവിന് അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ രൂപത്തിലാണ് ചിന്തിക്കുന്നത്, എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കണം.
ആമിനു, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഴിവുള്ള അള്ളാഹു ആയതുകൊണ്ട് ആമിനു ബില്ലാഹി വ റസൂലിഹി, നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കണം. നൂരില്ലദീ അൻസൽന, അവൻ ഇറക്കിയതായ പ്രകാശത്തിലും വിശ്വസിക്കണം. ഏതാണ് അവൻ ഇറക്കിയതായ പ്രകാശം? പരിശുദ്ധ ഖുർആനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലദീ അൻസൽന എന്നാണ് പറഞ്ഞത്, ഇറക്കിയതായ പ്രകാശം. അന്നൂർ എന്നുള്ള പദം പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മുഴുവൻ ദീനിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട് അന്നൂർ. അതേപോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഖുർആനിനെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അയച്ചതായ പ്രകാശം എന്നാണെങ്കിൽ അവിടെ നമുക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഇറക്കിയതായ പ്രകാശം എന്നാണ്. അപ്പോൾ ഇറക്കിയത്, അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അത് ഖുർആനാണ്. മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് തൊട്ട് മുമ്പ് പറഞ്ഞു വ റസൂലിഹി എന്ന് പറഞ്ഞു, പിന്നെ വന്നൂരി എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും പരിശുദ്ധ ഖുർആനിലും നിങ്ങൾ വിശ്വസിക്കണം എന്ന് അവരോട് അള്ളാഹു പറയാണ്. അതിനാൽ എന്ന് പറഞ്ഞു തുടക്കത്തിൽ. ഏതിനാൽ? തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളോട് ചേർത്തിട്ടാണത്. നിങ്ങളെ അള്ളാഹു ഉറപ്പായിട്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും, നിങ്ങൾ പ്രവർത്തിച്ചതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിവരം തരികയും ചെയ്യും. അങ്ങനെ ഒരു നാൾ വരാനുണ്ട്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, അവൻ്റെ ദൂതനിലും വിശ്വസിക്കണം, അവൻ ഇറക്കിയതായ പ്രകാശത്തിലും പരിശുദ്ധ ഖുർആനിലും നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ ആ പറഞ്ഞ ക്രമം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നാണ് ആദ്യം പറഞ്ഞത്. കാരണം അള്ളാഹുവിൽ വിശ്വസിച്ച ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഞാൻ അള്ളാഹുവിലൊന്നും വിശ്വസിക്കൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ ഞാൻ വിശ്വസിക്കാമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണ്? അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട് എന്നൊക്കെയാണ്. പിന്നെ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാളെങ്ങനെ അത് കേൾക്കുക? അതുകൊണ്ട് ആദ്യം അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ, നിങ്ങളെല്ലാവരെയും സൃഷ്ടിച്ചവനായ, ഇതെല്ലാം പരിപാലിക്കുന്നവനായ, എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അതിനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവനായ ഒരു ശക്തിയുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിൽ നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതിൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ആ അള്ളാഹു ഉണ്ട്, സൃഷ്ടാവുണ്ട് എന്ന് മാത്രമല്ല, ആ അള്ളാഹുവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, അള്ളാഹുവിനെ എങ്ങനെയാണ് കീഴൊതുങ്ങി ജീവിക്കേണ്ടത്, എന്താണ് നന്മ, എന്താണ് തിന്മ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്. അതിലും നിങ്ങൾ വിശ്വസിക്കണം. ഈ രണ്ട് കാര്യങ്ങളിലും നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഒരാൾക്ക് പറയാൻ പറ്റുമോ, ഞാൻ അള്ളാഹുവിലും വിശ്വസിക്കൂല, നബിയിലും വിശ്വസിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ ഖുർആനിൽ മാത്രം വിശ്വസിച്ചോളാം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഖുർആനിൽ പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുമാണ്, നമ്മുടെ ജീവിത രീതികളെക്കുറിച്ചാണ്, നന്മയും തിന്മയും എന്താണെന്നാണ്. അപ്പോൾ അതിൽ വിശ്വസിക്കണമെങ്കിൽ അള്ളാഹുവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കണം. അപ്പോൾ ആ ക്രമത്തിലാണ് പറഞ്ഞത്. അള്ളാഹുവിൽ വിശ്വസിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അള്ളാഹുവിലും വിശ്വസിച്ച ഒരാൾക്ക് പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ ഈ മൂന്നിലും നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ പരിശുദ്ധ ഖുർആനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നൂർ എന്ന് ഉപയോഗിച്ചു. എന്താണ് ഈ പ്രകാശത്തിൻ്റെ പ്രത്യേകത? പ്രകാശത്തിന് പല പ്രത്യേകതകളുണ്ട്. പ്രകാശം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് പോകും. ഇരുട്ടിനെ അട്ടി അകറ്റുന്നതാണ് പ്രകാശം, അല്ലേ? പ്രകാശം വന്നാൽ പിന്നെ ഇരുട്ടുണ്ടാവില്ല. അപ്പോൾ തെറ്റായ ജീവിത രീതികളുടെ അന്ധകാരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, അറിവില്ലായ്മ കൊണ്ടും മറ്റുമൊക്കെ. ആ ഒരു ഇരുട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്കൊരു പ്രകാശം നൽകുകയാണ് പരിശുദ്ധ ഖുർആൻ. ഇനി പരിശുദ്ധ ഖുർആൻ്റെ മറ്റൊരു പ്രത്യേകത, അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പ്രകാശം അത് പ്രകാശം തന്നെയാണോ അല്ലേ എന്നുള്ളത് വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നോക്കേണ്ടി വരില്ല. ഇപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളമുണ്ടെങ്കിൽ അത് വെള്ളമാണോ അല്ലെങ്കിൽ വെള്ളമല്ലാത്ത മരുന്നോ മറ്റോ ആണോ എന്നുള്ളത് ചിലപ്പം തിരിച്ചറിയില്ല. വെള്ളവും മരുന്നൊക്കെ ചിലപ്പോൾ ഒരേ കളറിലുണ്ടാവും, കണ്ടാൽ തിരിച്ചറിയില്ല. പക്ഷേ പ്രകാശമാണോ പ്രകാശമല്ലാത്തതാണോ എന്ന് പറഞ്ഞു തരേണ്ടി വരില്ല. അത് സ്വയം വെളിപ്പെടുത്തുന്നതാണ്. പ്രകാശം സ്വയം വെളിപ്പെടുത്തുന്നതാണ്. അതേപോലെയാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ സ്വയം വെളിപ്പെടുത്തുന്നതാണ്. ഇത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. അത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരാൾ വന്നിട്ട് ഇത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ് എന്ന് മറ്റൊരാൾ സ്ഥാപിക്കേണ്ട ആവശ്യം പോലുമില്ല. പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാവും ഇതൊരിക്കലും മനുഷ്യനുണ്ടാക്കിയതല്ല, ഇത് അള്ളാഹു ഇറക്കിയതാണ്, സൃഷ്ടാവ് ഇറക്കിയതാണെന്നുള്ളത് സ്വയം അത് തന്നെ മനുഷ്യനെ പഠിപ്പിക്കും. അത് സ്വയം വെളിപ്പെടുത്തുന്നുണ്ട് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന്. മാത്രമല്ല പ്രകാശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അതിൻ്റെ ചുറ്റുമുള്ളതിനെ, ആ പ്രകാശം എവിടെയാണുള്ളത്
ആ ഭാഗത്തുള്ളതിനെയൊക്കെ അത് പ്രകാശിപ്പിക്കും, അത് അതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തും. അതായത് എന്താണോ ആ പ്രകാശത്തിൻ്റെ ഭാഗത്തിരിക്കുന്നത് അതെന്താണ് എന്നുള്ള യഥാർത്ഥ രൂപം നമുക്ക് കാണിച്ചു തരും. നല്ലതാണെങ്കിൽ നല്ലത് കാണിച്ചു തരും, ചീത്ത സാധനമാണെങ്കിൽ അത് ചീത്ത സാധനം കാണിച്ചു തരും. അപ്പോൾ ആ പ്രകാശത്തിൻ്റെ അടുത്തിരിക്കുന്നതിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് അറിയിച്ചു തരും പ്രകാശം. ഇതേപോലെയാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റും ശരിയും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് പരിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെയുള്ള പരിശുദ്ധ ഖുർആനെ ആ പ്രകാശത്തിനോട് ഉപമിച്ചിരിക്കുകയാണ്. അന്നൂർ, ഇതൊരു പ്രകാശമാണ്. ഏതൊരു കൂരിരുട്ടുള്ള മനുഷ്യൻ്റെ മനസ്സിലേക്കും ഈ ഒരു പ്രകാശം ചെന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനാകെ മാറുകയാണ്. ആ മനുഷ്യൻ പുതിയൊരു മനുഷ്യനായി മാറുകയാണ്. അപ്പോൾ ഇരുട്ടിനെ മാറ്റി പ്രകാശം കിട്ടുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. എത്രയോ ആളുകൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് ആ സന്തോഷം പങ്കുവെക്കാറുണ്ട്. ഞാൻ ആദ്യം ഒരു അന്ധകാരത്തിലായിരുന്നു, ഇതൊന്നും അറിയാതെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. എന്നിട്ട് അവർ കരയാണ്. ഈ പരിശുദ്ധ ഖുർആൻ പഠിച്ച സന്തോഷത്തിൽ അവർ കരയാണ്. ഇപ്പോഴാണ് എനിക്കിത് പഠിക്കാൻ പറ്റിയത്, ഇതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിങ്ങനെയൊരു പ്രകാശമാണ്, എന്നെ ഇരുട്ടിൽ നിന്ന് ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു പരിശുദ്ധ ഖുർആനാണ് എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പ്രകാശമാണ്. ആ ഒരു പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ജീവിതം കിട്ടും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളിപ്പോൾ പറയാണ് അങ്ങനെ പരലോകമൊന്നുമില്ല, നരകവും സ്വർഗമൊന്നുമില്ല, ഇവിടത്തോടു കൂടി എല്ലാം കഴിഞ്ഞു എന്ന് ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇനി അങ്ങനെ അയാൾക്ക് അങ്ങനെ പരലോകത്തിലൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അയാൾ ബുദ്ധി കൊടുക്കുകയാണെങ്കിൽ എന്താ സ്വീകരിക്കേണ്ടത്? പരലോകം ഇല്ല എങ്കിൽ ആർക്കും പ്രശ്നമൊന്നുമില്ല. ഇവിടെ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആൾക്കും അല്ല പരലോകത്തെ നിഷേധിക്കുന്ന ആൾക്കും വേറെ പ്രശ്നമൊന്നുമില്ല. അതേസമയത്ത് പരലോകം ഉണ്ടെങ്കിലോ, ഉണ്ട് എങ്കിൽ ആ ഇവിടെ ആ തെറ്റായ രൂപത്തിൽ ജീവിച്ച ആൾക്ക് വളരെ വലിയ നഷ്ടമല്ലേ വരാൻ പോകുന്നത്? പരലോകത്ത് വളരെ വലിയ അപകടമല്ലേ വരാൻ പോകുന്നത്? അപ്പോൾ ശരിക്കും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണ്ടേ, നമുക്ക് പരലോകമുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിലും ബുദ്ധി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്. പരലോകം ഉണ്ടെങ്കിൽ എന്ത്, പരലോകം ഇല്ലെങ്കിൽ എന്ത്. പരലോകം ഇല്ലെങ്കിൽ അത് ഉണ്ട് എന്ന് പറയുന്ന ആളും ഇല്ല എന്ന് പറയുന്ന ആളും ഒക്കെ ഒരേപോലെ തന്നെയായി, ഇവിടം കൊണ്ട് തീർന്നു എല്ലാം. പക്ഷേ പരലോകം ഉണ്ടെങ്കിൽ ആ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ മാത്രമല്ലേ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ ആ ഒരു സാധ്യത വെച്ചിട്ടെങ്കിലും ഇവർക്ക് ആ ബുദ്ധി കൊടുത്തിട്ടെങ്കിലും അവർക്ക് പരലോകം ഉണ്ട് എന്നല്ലേ വിശ്വസിക്കേണ്ടത്. ഒരു നല്ല ജീവിതം ഇവിടെ കിട്ടൂലേ? ഏറ്റവും നല്ല സുന്ദരമായ മനസ്സമാധാനമുള്ളൊരു ജീവിതം ഈ ലോകത്ത് കിട്ടൂലേ അതുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ? അല്ലെങ്കിലുള്ള തെറ്റുകളൊക്കെ ചെയ്ത് പരലോകമൊന്നുമില്ല, എവിടെ കൊണ്ട് തീർന്നു, എന്ത് തെറ്റും ചെയ്യാം, വളരെ മോശമായ രൂപത്തിൽ ജീവിച്ച് ആളുകൾക്ക് വെറുപ്പും വിദ്വേഷവുമുള്ള രൂപത്തിൽ ജീവിച്ച് അങ്ങനെ അങ്ങ് മരിച്ചു പോകുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതല്ല എങ്കിൽ എല്ലാവരോടും സ്നേഹം കാണിച്ച് എല്ലാവർക്കും സന്തോഷം നൽകി എല്ലാവർക്കും പ്രിയപ്പെട്ട രൂപത്തിൽ വളരെ സമാധാനത്തോടു കൂടിയുള്ളൊരു ജീവിതമല്ലേ കിട്ടുക. അങ്ങനെയെങ്കിലും ചിന്തിച്ചൂടെ ഈ ആളുകൾക്ക്? ഇവിടെ വ റബ്ബി, എൻ്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ. ഈ തരം സത്യം ചെയ്യൽ, വ റബ്ബി എന്നുള്ള രൂപത്തിലുള്ള സത്യം ചെയ്യൽ 3 പ്രാവശ്യം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. ഒന്ന് ഇവിടെയാണ്, ഒന്ന് സൂറത്ത് യൂനുസിൽ 53-ാമത്തെ ആയത്തിലാണ്, മറ്റൊന്ന് സൂറത്ത് സബയിലെ 3-ാമത്തെ ആയത്തിലാണ്. ഈ 3 സ്ഥലങ്ങളിലും പരലോകത്തെ സ്ഥാപിക്കാൻ വേണ്ടി, പരലോകമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയുള്ള സത്യം ചെയ്യലാണ് ഈ 3 സ്ഥലത്തും. എന്നിട്ട് ഇത്തരം ആളുകളോട് അള്ളാഹു പറയാണ്, വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏറ്റവും ചെറിയ കാര്യത്തെപ്പറ്റി പോലും അള്ളാഹു അറിയും കേട്ടോ. അള്ളാഹു സൂക്ഷ്മമായി എല്ലാം അറിയുന്നവനാണ്. ഒരു കാര്യവും അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകില്ല. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അവൻ അറിയും. ഇനി നമുക്ക് ഈ 2 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. സഅമല്ലസീന കഫറൂ എന്നുള്ളൊരു തിരുനീട്ടൽ, ശേഷം അൻ, ഹംസയാണ് അടുത്ത അക്ഷരം. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നാൽ അത് ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദത്തിലാണോ നോക്കണം. ഇവിടെ വ്യത്യസ്ത പദത്തിലാണ്. കഫറൂ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് മദ്, അൻ എന്നുള്ളത് പുതിയൊരു പദമാണ്, മറ്റൊരു പദമാണ്, അതിൻ്റെ തുടക്കത്തിലാണ് ഹംസ. അങ്ങനെ വരുമ്പോൾ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാം. കഫറൂ അൻ ലൻ, ലാമിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. അവിടെ ആ സുക്കൂനുള്ള നൂനിനെ ലാമിലേക്ക് മുഴുവനായിട്ടും ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. അത് ലാമിൻ്റെയോ റാഇൻ്റെയോ മുമ്പ് സുക്കൂനോ തൻവീനോ വരുമ്പോൾ ഇതേ നിയമമാണ്.
അവിടെ നമ്മൾ ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അൻ ലൻ എന്ന് പറയില്ല, അല്ലൻ എന്നേ പറയുള്ളൂ. ലാമിന് ഷദ്ദിടുക, അവിടെ നൂനില്ല എന്ന് വിചാരിക്കുക, എന്നിട്ട് അല്ലൻ എന്നേ പറയുള്ളൂ, അല്ല. ഇനി ലൻ യുബ്ഹസു എന്നെടുക്കുകയാണെങ്കിൽ യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നാൽ ആ സുക്കൂനിലെ നൂനിനെ യാഇലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. അപ്പോൾ ലൻ യുബ്ഹസു, ലൻ യുബ്ഹസു. യുബ്ഹസു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. നിർത്തുകയാണെങ്കിലും നിർത്താതെ ഓതുകയാണെങ്കിലും പാരായണമൊക്കെ ഒരേ പോലെയാണ്. അവിടെ ബാഇന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്തു പറയണം. യുബ് ബ് എന്നുള്ളത് വെളിവാക്കി കേൾക്കണം. ഖുൽ ബലാ വ റബ്ബി ലതുബ്ഹസുന്ന. അവിടെ ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്തു പറയണം. അവസാനത്തെ ഷദ്ദുള്ള നൂനിനെ മണിക്കണം. ലതുബ്ഹസുന്ന. സുമ്മ മീമിൻ്റെ ഷദ്ദും മണിക്കണം. നൂനിനും മീമിനും ഷദ്ദുള്ള രൂപത്തിൽ കണ്ടാൽ എല്ലാ സ്ഥലത്തും അത് മണിക്കണം. ലതുനബ്ബഉന്ന, അവിടെയും നൂനിൻ്റെ ഷദ്ദ് മണിക്കുക. ബിമാ അമിൽത്തും എന്ന് കഴിഞ്ഞിട്ട് ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. രണ്ടാണെങ്കിലും നിർത്തുകയാണെങ്കിലും നിർത്താതെ പാരായണം ചെയ്യുകയാണെങ്കിലും പാരായണം ഒരേപോലെ തന്നെ വരിക. വദാലിക അലല്ലാഹി യസീർ. അവസാനത്തെ റാഇന് സുക്കൂനിട്ട് നിർത്തുക. അപ്പോൾ അതിന് രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിത്. അടുത്ത ആയത്ത് ഫആമിനു ബില്ലാഹി വ റസൂലിഹി. ബില്ലാഹി അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പ് കെസറുള്ള അക്ഷരം വന്നാൽ ലാ എന്നുള്ള ഉച്ചാരണം കൊടുക്കും. ബില്ലാഹി എന്ന് പറയില്ല, ബില്ലാഹി എന്നേ പറയുള്ളൂ. വ റസൂലിഹി. റസൂലിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഹാ ഉലമീർ ഉണ്ട്. അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം അതിനെ നീട്ടണം. റസൂലിഹി ഒരല്പം നീട്ടുക. ആ നീട്ടലിനെ സൂചിപ്പിക്കാൻ ഒരു യാഇൻ്റെ കഷ്ണം അവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ടാവും. ആ കാണുന്നത് ഒരു യാഇൻ്റെ കഷ്ണമാണ്. ആ ഹി എന്ന് കഴിഞ്ഞിട്ടുള്ളൊരു അടയാളം ഉണ്ടല്ലോ, അത് യാഇൻ്റെ കഷ്ണമാണ്. വന്നൂരി, ആ ഷദ്ദുള്ള നൂനിനെ മണിക്കുക. പിന്നെ റാഇന് കസ്റായതുകൊണ്ട് രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അല്ലസീ അൻസൽന. അല്ലസീ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്ദാണ്, നീട്ടലാണ്. ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്. അൻസൽന എന്നുള്ളതിൽ ഹംസ. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു. ഒരേ പദത്തിലാണോ? അല്ല, വ്യത്യസ്ത പദങ്ങളിലാണ്. മദ് അല്ലസീ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ്, ഹംസ അൻസൽന എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ്. അപ്പോൾ വ്യത്യസ്ത പദങ്ങളിലാണ് മദ്ദും ഹംസയും, പക്ഷേ അടുത്തടുത്താണ്. അപ്പോൾ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ എന്ന് പറയും. അൻസൽന, സായിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. അൻ എന്ന് വെളിവാക്കി കേൾക്കാൻ പാടില്ല. അൻസൽന. അൻസൽന എന്ന് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. രണ്ടാണെങ്കിലും പാരായണം ഒരേ രൂപത്തിലാണ് വരിക. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അവസാനത്തെ റാഇന് സുക്കൂനിട്ട് നിർത്തുക. അതിന് രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അതിന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിത്. അപ്പോൾ ഖബീർ. ഈ 2 ആയത്തുകൾ നമുക്കൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സഅമല്ലസീന കഫറൂ അല്ലൻ യുബ്ഹസൂ ഖുൽ ബലാ വറബ്ബി ലതുബ്ഹസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും വദാലിക അലല്ലാഹി യസീർ. فآمنوا بالله ورسوله والنور الذي أنزلنا والله بما تعملون خبير. ഗ്രാമർ നോക്കുകയാണെങ്കിൽ സഅമല്ലസീന കഫറു. സഅമ ജൽപ്പിച്ചു, വാദിച്ചു. ആരാണ് വാദിച്ചത്? അല്ലസീന കഫറു. അപ്പോൾ അല്ലസീന എന്നുള്ളത് ഫായിലാണ്, സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയും മലയാളത്തിൽ. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതിനെയാണ് കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫായിൽ എന്ന് പറയാം. ഇനി എന്തിനെക്കുറിച്ചാണിത് പറയണത്? സഅമല്ലസീന കഫറു അല്ല യുബ്അസു. എന്താണ് അവർ പറഞ്ഞത്? ആ പറഞ്ഞ കാര്യം അത് ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ മഫ്ഊലുൻ ബിഹിയാണ് അല്ലെങ്കിൽ കർമ്മമാണ്. അൻലൻ യുബ്അസു ഒന്നിച്ചൊരു പദപ്രയോഗം ആയതുകൊണ്ട് അതങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ പറയും മഫ്ഊലുൻ ബിഹിക്ക് നെസ്ബാണ് ഇറാബ് എന്ന് പറയും. ഇത് ഒന്നിച്ചൊരു പദപ്രയോഗമാണ്, അപ്പോൾ അതങ്ങനെ എഴുതും, അൻലൻ യുബ്അസു. ഇനി ലൻ യുബ്അസു എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മുളാരിയായിട്ടുള്ള ക്രിയക്ക് മുമ്പിൽ ലെൻ വന്നാൽ ആ മുളാരിയായ ക്രിയക്ക് നെസ്ബ് കിട്ടും. ഇപ്പോൾ യക്തുബു അത് മുളാരിയാണല്ലോ, അതിൻ്റെ മുമ്പിൽ ലെൻ വന്നാൽ ലെൻ യക്തുബ എന്നാണ് എഴുതുക. സാധാരണഗതിയിൽ നെസ്ബ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫത്തഹ് കൊണ്ടോ ഫത്തഹ് തൻവീൻ കൊണ്ടോ കൊടുക്കുക. പക്ഷേ ഈ വാവും നൂനും ഉള്ള രൂപത്തിൽ അവസാനിക്കുന്ന മുളാരിയായിട്ടുള്ള ക്രിയകൾ വരുമ്പോൾ, ഇപ്പോൾ യുബ്ഹസൂന അങ്ങനെയൊക്കെ വരുമ്പോൾ അവസാനത്തെ ആ നൂന് കളയുക ചെയ്യുക, അങ്ങനെയാണ് നെസ്ബ് കൊടുക്കുക. അപ്പോൾ നെസ്ബ് കൊടുക്കാൻ പല രൂപങ്ങളുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ലെൻ യുബ്ഹസൂ എന്നെഴുതിയത് ശരിക്കും അവിടെ യുബ്ഹസൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലെൻ വന്നതാണ്, അപ്പോൾ നൂന് പോയതാണ്. ഇനി കുൽ
നബിയെ താങ്കൾ പറയുക. അപ്പോൾ അവിടെ ഒരു കൽപ്പനക്രിയയാണ്. ആരാണ് ഫായിൽ? അൻത എന്നുള്ളതാണ് ഫായിൽ. നീ പറയണം. അപ്പോൾ അൻത എന്നുള്ളതാണ് അവിടെ ഫായിൽ. എന്താണ് പറയേണ്ടത്? ബലാ വ റബ്ബി ലതുബ്അസുന്ന. ആ ഭാഗം മഫ്ഊലും ബിഹി ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ കർമ്മമാണ്. ഇനി വറബ്ബി എന്നെടുക്കുകയാണെങ്കിൽ ആ വാവ് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണ്. അതെങ്ങനെ മനസ്സിലാക്കുക? ശേഷം വരുന്ന ഇസ്മിന് കെസ്റാണോ നോക്കിയാൽ മതി. ഇപ്പോൾ വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. അവിടെ ഷംസ് എന്നുള്ള ആ ഒരു പദത്തിന് കെസ്റ് കിട്ടി അവസാനത്തിൽ, അല്ലെങ്കിൽ ജെറ് കിട്ടി. അപ്പോൾ തുടക്കത്തിലുള്ള വാവ് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വശംസി, വശംസു എന്നാണെങ്കിൽ സൂര്യനും എന്നാണ് വരിക. വശംസി എന്നാകുമ്പോൾ സൂര്യൻ തന്നെയാണ് സത്യം. ഇവിടെ വ റബ്ബി, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം. ലതുബ്ഹസുന്ന, എങ്ങനെയാണിത് വന്നത്? ല എന്നുള്ളത് തൗക്കീദിന് വേണ്ടിയിട്ട് ആ മുളാരി ആയിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ചേർത്താണ് അത് വിട്ടേക്കുക. ഇനി തുബ്ഹസൂന എന്നുള്ളതിൻ്റെ കൂടെയാണ് ന എന്ന് ചേർന്നത്. ബുഹിസ, യുബ്ഹസു, തുബ്ഹസു, തുബ്ഹസൂന, അത് ബഹുവചന രൂപം. തുബ്ഹസൂന, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ കൂടെ തൗക്കീദിന് വേണ്ടിയിട്ട് ഇന്ന എന്നൊരു അവസാനത്തിൽ ഇന്ന ചേർക്കുമ്പോൾ അവിടെ 3 നൂനുകളായില്ലേ? തുബ്ഹസൂന എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു നൂനുണ്ട്, പിന്നെ ഒരു ഇന്നാന്ന് ചേർക്കുമ്പോൾ അത് 2 നൂനാണ്. ഷദ്ദുള്ള നൂന് പറയുമ്പോൾ 2 നൂനാണ്. അപ്പോൾ അവിടെ മൊത്തം 3 നൂനായി. അങ്ങനെ വരുമ്പോൾ അതിൽ ഒരു നൂനിനെ കളയും. അപ്പോൾ എന്താ വരിക? തുബ്ഹസൂ ഇന്ന എന്ന് വരും. തുബ്ഹസൂ എന്നുള്ള നീട്ടലിന് കൂടെ പിന്നെ ഇന്ന, ഒരു നൂനിനെ കളഞ്ഞാൽ അപ്പോഴും ഒരു പ്രശ്നം വന്നു. തുബ്ഹസൂ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ആ വാവിന് സുക്കൂനാണ്. പിന്നെ ഇന്ന എന്നുള്ളതിനെ പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ നൂനിന് സുക്കൂനാണ് വരിക. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വന്നില്ലേ? അതും പാടില്ല. അപ്പോൾ വാവിനെയും കളഞ്ഞു. അപ്പോൾ എന്തായി? തുബ്ഹസുന്ന എന്നായി. ഇതേപോലെയാണ് ല തുനബ്ബ ഉന്ന എന്നുള്ളത് വന്നത്. അവിടെ തുനബ്ബ ഊനന്ന എന്നാണ്. അതാണ് തുനബ്ബ ഉന്ന എന്നായത്. ഇവിടെ ല തുബ്ഹസുന്ന എന്നുള്ളതിലേക്ക് ചേർത്തുകൊണ്ടാണ് ല തുനബ്ബ ഉന്ന എന്ന് വന്നത്. അതുകൊണ്ട് ല തുനബ്ബ ഉന്ന എന്നുള്ളതിനെ ചേർക്കപ്പെട്ടത്, അല്ലെങ്കിൽ മഅതൂഫ് എന്ന് പറയും. ഇനി ബിമാ അമിൽത്തും എന്ന് കഴിഞ്ഞിട്ട് വദാലിക അലല്ലാഹി യസീർ. അലല്ലാഹി, അല എന്നുള്ളത് ഹർഫ് ജറാണ്. അലക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. അലല്ലാഹു എന്ന് പറയില്ല, അലല്ലാഹി എന്നാ പറയാം. ആ അവസാനത്തിൽ കസ്റിടാനുള്ള കാരണം അല വന്നതുകൊണ്ടാണ്. ഇനി ആ അലല്ലാഹി എന്നതിനെ മാറ്റി വെക്കുകയാണെങ്കിൽ ദാലിക യസീർ. അപ്പോൾ അവിടെ ഒരു ചെറിയ വാചകം, ദാലിക എന്നുള്ളത് മുബ്തദ, യസീർ എന്നുള്ളത് ഖബർ. അടുത്ത ആയത്തിൽ ഫ ആമിനു ബില്ലാഹി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ആ ഹർഫ് ജറ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. നേരത്തെ അല പറഞ്ഞില്ലേ, അതുപോലെ. അപ്പോൾ ബില്ലാഹു എന്ന് പറയില്ല, ബില്ലാഹി എന്നാണ് പറയാം. ബി എന്നുള്ളതിന് കെസ്റായതുകൊണ്ട് ഇല്ല എന്നുള്ള ഉച്ചാരണം കിട്ടി. പിന്നെ ബി എന്നുള്ളത് ഹർഫ് ജർ ആയതുകൊണ്ട് അവസാനത്തിൽ അക്ഷരത്തിന് കെസ്ർ കൊടുത്തു, അല്ലെങ്കിൽ ജെറ് കൊടുത്തു. അപ്പോൾ ബില്ലാഹി എന്നാണ് വരിക. ഇനി ആ ഒരു ബില്ലാഹി എന്നുള്ളതിലേക്ക് ചേർത്തുകൊണ്ടാണ് വ റസൂലിഹി, അതിനാണ് അത്തിഫിൻ്റെ വാവിട്ടത്. അപ്പോൾ ആ ബി എന്നുള്ളത് ഇങ്ങോട്ടും ബാധകമാണ്. വബി റസൂലിഹി എന്നാണ് ശരിക്ക്. അവിടെ ബി എന്ന് എഴുതിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് റസൂലു എന്ന് എഴുതാതെ റസൂലി എന്ന് എഴുതിയത്. ആ ബി ഇങ്ങോട്ടും ബാധകമാണ്, റസൂലിലും എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ അതിലേക്ക് ചേർത്തു വൻ നൂരി, പ്രകാശത്തിലും. അവിടെ ആ വാവ് അത്തിഫിൻ്റെ വാവാണ്. അതല്ലാതെ വൻ നൂരി, പ്രകാശം തന്നെയാണ് സത്യം എന്നല്ല. അവിടെ വാവ് സാധാരണഗതിയിൽ നമ്മൾ പറയും, ഒരു വാവ് കണ്ടു കഴിഞ്ഞു ശേഷം വരുന്നതിന് ജെറാണെങ്കിൽ നമുക്കത് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണെന്ന് പറയാം. പക്ഷേ ഇവിടെ ആ ഒരു വാചകം നോക്കിക്കഴിഞ്ഞാൽ ചേർത്ത് പറഞ്ഞു പോവാണ്. അതുകൊണ്ട് അത് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവല്ല, അവിടെ അത്തിഫിൻ്റെ വാവാണ്. വന്നൂരി, പ്രകാശത്തിലും. അവിടെ വന്നൂരി എന്ന് പറയുമ്പോൾ വബിന്നൂരി എന്നാണ്. അവിടെയും ബി ഉണ്ട്. ആ ബി ഉള്ളത് കൊണ്ടാണ് നൂറു എന്നെഴുതാതെ നൂരി എന്നെഴുതിയത്. അപ്പോൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും പ്രകാശത്തിലും എല്ലാം ഒന്നിലേക്ക് ചേർത്തങ്ങനെ പോവുക. അപ്പോൾ അള്ളാഹു എന്നിലേക്ക് ചേർത്തുകൊണ്ട് റസൂൽ വന്നു. അപ്പോൾ ആ റസൂലിനെ മഅതൂഫ് എന്ന് പറയും. അതേപോലെ നൂറും വന്നു. അപ്പോൾ നൂറും മഅതൂഫാണ്. അവ രണ്ടും മഅതൂഫാണ്. അല്ലസീ അൻസൽന വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ഇതും ആ ബിമാ തഅമലൂന എന്നുള്ളതിനെ മാറ്റി വെക്കുകയാണെങ്കിൽ വല്ലാഹു ഖബീറുൻ. ഒരു വാചകം പൂർത്തിയായി, അർത്ഥം പൂർത്തിയായ ഒരു വാചകം കിട്ടി. അപ്പോൾ വല്ലാഹു എന്നുള്ളത് മുബ്തദാണ്, ഖബീർ എന്നുള്ളത് ഖബറാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്ന ബിമാ തഅമലൂന എന്നുള്ളത് ഒരു അധിക വിവരം കിട്ടുന്ന കാര്യമാണ്. അതിനെ മുതഅല്ലിഖ് ബിൽ ഖബർ എന്ന് പറയും. ആ ഖബറിനെ കുറിച്ച് കുറച്ചും കൂടെ വിവരങ്ങൾ തരുന്ന കാര്യം ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്. അതവിടെ ഇല്ലെങ്കിലും വാചകം പൂർത്തിയാവും, അർത്ഥം പൂർത്തിയാവും. അതുകൊണ്ട് വല്ലാഹു ഖബീർ എന്നുള്ളതാണ് പൂർണ്ണമായ വാചകം. ബിമാ തഅമലൂന എന്നുള്ളത് ഒരു അധിക വിവരം നമുക്ക് തരുന്ന മുതഅല്ലിഖ് ബിൽ ഖബർ എന്ന് പറയുന്ന കാര്യമാണ്. ഇനി തൊട്ട് മുമ്പത്തെ ആയത്തിൽ മിൻ ഖബ്ലു എന്നുള്ളൊരു ഭാഗം വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് സംശയം ചോദിക്കുന്നു, ഈ മിൻ വന്നു കഴിഞ്ഞാൽ ഖബിലി എന്നല്ലേ ഉപയോഗിക്കേണ്ടത്?
മിൻ ഹർഫ് ജറാണല്ലോ. അപ്പോൾ മിൻ വന്നാൽ എങ്ങനെയാണ് ഖബ്ലു, അവസാനത്തിൽ റഫ് കിട്ടിയ രൂപം എങ്ങനെ വന്നു? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഖബ്ല എന്നുള്ള ആ ഒരു പദം അത് ലർഫാണ്. ലർഫ് സമാനുമായിട്ട് ഉപയോഗിക്കും, ലർഫ് മെക്കാനുമായിട്ട് ഉപയോഗിക്കും. കാരണം ഒരു സമയത്തെക്കുറിച്ച് അതിന് മുമ്പ്, ആ സമയത്തിന് മുമ്പ് എന്ന് പറയാനും ഒരു സ്ഥലത്തിന് മുമ്പ് എന്ന് പറയാനും ഖബ്ല ഉപയോഗിക്കും. അതുകൊണ്ട് ലർഫ് സമാനാണോ ലർഫ് മെക്കാനാണോ എന്നുള്ളത് അത് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക. ഇനി എന്താണെങ്കിലും ഈ ഖബ്ല വന്നതിന് ശേഷം അല്ലെങ്കിൽ മിൻ ഖബ്ല വന്നതിന് ശേഷം കൃത്യമായിട്ട് എന്തിൻ്റെ മുമ്പ് എന്ന് വ്യക്തമായിട്ടോ വ്യക്തമല്ലാതെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൻ ഖബ്ലി എന്നാണ് പറയാം. അതേസമയം വ്യക്തമായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, അവ്യക്തമായിട്ടും പറഞ്ഞിട്ടില്ല എന്തിൻ്റെ മുമ്പ് എന്ന്, അങ്ങനെയാണെങ്കിൽ മിൻ ഖബ്ലു എന്ന് ഉപയോഗിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ മിൻ ഖബ്ലു എന്ന് പറഞ്ഞ ശേഷം അതിന് മുമ്പ് എന്നാണ്, ഏതിൻ്റെ മുമ്പ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ചില സമയത്ത് എന്തിൻ്റെ മുമ്പ് എന്ന് കൃത്യമായിട്ട് പറയും. മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ്. അപ്പോൾ എന്തിൻ്റെ മുമ്പ് എന്ന് കൃത്യമായിട്ട് പറയും ചില സ്ഥലത്ത് കൃത്യമായിട്ട് പറയൂല, പക്ഷേ ആ വാചകം വായിച്ചാൽ എന്തിൻ്റെ മുമ്പ് എന്നുള്ളത് അവ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ടോ അവ്യക്തമായിട്ടോ എന്തിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൻ ഖബ്ലി എന്നാണ് ഉപയോഗിക്കുക. എന്നാൽ യാതൊരു സൂചനയുമില്ല, എന്തിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല, വെറും മുമ്പായി എന്ന് മാത്രം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ മിൻ ഖബ്ലു എന്നാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ആയത്തിൽ മിൻ ഖബ്ലു എന്നുള്ള രൂപത്തിൽ വന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.